അടുത്തതായിട്ട് സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ പാർവതി ചേച്ചിയോട് കൂടെ ഈ എപ്പിസോഡിൽ മത്സരിക്കാൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അമ്പിളി. സൂപ്പർ അമ്മയും മകളും അമ്പിളി സാബു ആൻഡ് ഷാമിറ, വെൽക്കം ടു സിറ്റിസൺ ജേർണലിസം. താങ്ക് യു മാം. ശരി, ഈ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന സ്റ്റോറി ചെയ്യാനായിട്ട് പോയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ വന്ന ചലഞ്ചസ്, എന്തൊക്കെയായിരുന്നു ആലോചന, അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിരുന്നത്? ഒരുപാട് ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ എൻ്റെ ചിന്തയിൽ വന്നു. ഒന്ന്, ഇടുക്കിയുടെ ടൂറിസത്തെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്ന സമയമായതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞങ്ങളുടെ ഇടുക്കി മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അകത്ത് കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് പേഴ്സണലി നേരിടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു പേടിയുണ്ട്. ഒരു പക്ഷേ നമ്മൾ അവിടുത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യങ്ങളെ സംസാരിച്ചു തുടങ്ങിയാൽ. ഒരു സൂപ്പർ മോം കോണ്ടസ്റ്റന്റ് ആണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതല്ല മാം, അവിടുത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ. അതിൻ്റെതായ അടഞ്ഞ് കിടക്കുകയാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല അല്ലേ? ഇപ്പോൾ വർക്കിംഗ് ആണ്, ക്ലാസ്സസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ വർക്കിംഗ് ആണ്. പക്ഷെ എന്നാലും രോഗികൾക്കുള്ള പരിഗണനകൾ കുറച്ച് കൂടെ ആവാം എന്നുള്ള ഒരു അതായിരുന്നില്ലേ ചെയ്യേണ്ടത് അമ്പിളി? എന്തോ എനിക്കറിയില്ല. പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ ഇടുക്കി പോലുള്ള എപ്പോഴും മണ്ണിടിച്ചിൽ വരുന്ന, അവിടെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ പിന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ആർക്കും അറിയാത്തൊരു വിഷയമാണ്. അതായിരുന്നു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. ഏതായാലും എന്ത് സ്റ്റോറിയാണ് ചെയ്തത്, എന്തായിരുന്നു അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇപ്പോൾ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു നെഗറ്റീവ് അല്ലാതെ ഒരു പോസിറ്റീവ് സ്റ്റോറി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാവുമ്പോൾ സൈബർ അറ്റാക്ക് ഒന്നും വരത്തില്ലല്ലോ. അതല്ല, നമ്മൾ മൂലം ആർക്കെങ്കിലും ഒരു ഗുണവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ, ആർക്കെങ്കിലും എന്നല്ല, അത് ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും നല്ലതാണെന്ന് വിചാരിച്ചു. ഓക്കെ, നൈസ്. നമുക്ക് ആ വീഡിയോ കാണാം. നമസ്കാരം. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിൽ കർഷകയായൊരു വീട്ടമ്മയുണ്ട്. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൈവരിച്ച ആലിംഗപീടികയിൽ സിന്ധു ചാക്കോ. സിന്ധു ഈ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. സിന്ധുവിൻ്റെ വൈവിധ്യമാർന്ന കൃഷിരീതികളെക്കുറിച്ചും സിന്ധുവിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ചും സിന്ധുവിൽ നിന്ന് നമുക്ക് കേൾക്കാം. സിന്ധു, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിന്ധുവിൻ്റെ ജീവിതകഥ ഒന്നുകൂടെ ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഒരു 15 വർഷമായി കൃഷിയിലോട്ട് വന്നിട്ട് ആദ്യം ഒരു പശുവിനെ ലോൺ എടുത്ത്, എൻ്റെ ഒരു ആൻറ്റി ലോൺ എടുത്തെന്ന് വാങ്ങിച്ച ഒരു പശുവിനെ, അതിൽ നിന്ന് ഒരു പശുവിനെ വാങ്ങിച്ചു, പിന്നെ 2 പശുവിനെ വാങ്ങിച്ചു, അങ്ങനെ 6 പശുവിനെ എത്തിയായിരുന്നു. പിള്ളേർ കുഞ്ഞുങ്ങളായതുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം കൃഷി തന്നെ ആശ്രയമുള്ളൂ. അപ്പോൾ പിള്ളേർ വരുന്നതിനനുസരിച്ച് നമുക്ക് ജീവിത ചിലവും കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീണ്ടും എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ കോഴിയായി, താറാവായി, മീനായി, അങ്ങനെ പിന്നെ കാടയിലോട്ട് തുടങ്ങി. ഒരു 9 വർഷത്തോളമായി ഞാൻ കാട കൃഷി ചെയ്യുന്നു. അപ്പോൾ കാടയിലാണ് ശരിക്കും ഞാൻ വിജയം എന്ന് പറഞ്ഞത്, കാടയിലാണ്. ഇതിൻ്റെയൊക്കെ തീറ്റ കണ്ടെത്തുക, അതിൻ്റെ വിലക്കയറ്റം, ഇതൊക്കെ കൊണ്ട് ഇതൊരു നഷ്ടമായ കൃഷിയാണ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിന്ധുവിൻ്റെ അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ച് നഷ്ടമെന്ന് പറയാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ കൃഷി കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്, മൂത്തലെ ഡിഗ്രി, രണ്ടാമത്തെ ആൾ നേഴ്സിങ്ങിന്, മൂന്നാമത്തെ +1, കുഞ്ഞുങ്ങൾ 10. പക്ഷെ നഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ ഇതും കൂടെ ജീവിക്കുകയല്ലോ. എന്തോരം സ്ഥലമുണ്ട് സിന്ധുവിന് ഇവിടെ? എനിക്ക് സ്വന്തമായിട്ട് 18 സെൻറ്റ് സ്ഥലം, പിന്നെ അമ്മച്ചിക്ക് 22, അങ്ങനെ 40 സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ സിന്ധു പറയുന്നത് എന്ത് ജീവിത പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജീവിത വിജയം കൈവരിക്കുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഒരു 15 വർഷം മുന്നേ കുഞ്ഞു കൊച്ചുണ്ടായ ആ സമയത്ത് എൻ്റെ ഭർത്താവ് ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം മുതൽ ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം അറിയാമല്ലോ, 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മളൊരു ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമേ ആ ഒരു ചിന്തയിലാണ് നമുക്ക് കൃഷിയിലോട്ട് വന്നത്. കൃഷി തന്ന അന്നം, ആ ഇതാണ് നമ്മുടെ എൻ്റെ ജീവിതം. സിന്ധുവിനെ തേടി നിരവധി അവാർഡുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? എനിക്ക് ആദ്യം കിട്ടുന്നത് ജില്ലാ അവാർഡാണ്. ജില്ലാ അവാർഡ് കർഷക ദിനം ജില്ലാ അവാർഡാണ് കിട്ടുന്നത്. സ്റ്റേറ്റ് അവാർഡിന് വെച്ചതാ, കിട്ടിയില്ല, ജില്ലാ അവാർഡായി പോയി. അത് കഴിഞ്ഞിട്ട് റിസർച്ച് സെൻ്ററിൻ്റെ ടൈഗർ റിസർച്ച് സെൻ്ററിൻ്റെ അവാർഡ് കിട്ടി. പിന്നെ കർഷകമിത്ര സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെ നിരവധി കുറേ അവാർഡുകൾ, 10-17 അവാർഡുകൾ, കുറേ ആദരവുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു സന്തോഷം. കാരണം ജീവിത പ്രതിസന്ധിയിൽ പകച്ചു പോകുന്ന സ്ത്രീകൾക്ക് വലിയൊരു പ്രചോദനമാണ് സിന്ധു നൽകുന്നത്. സിന്ധു തനിച്ചാണോ ഈ കൃഷികളെല്ലാം മാനേജ് ചെയ്യുന്നത്? ഞാൻ തനിച്ചാണ്, നമുക്ക് ജോലിക്കാരുമില്ല. പിന്നെ പിള്ളേർക്ക് സ്കൂളില്ലാത്ത സമയം പിള്ളേരെല്ലാവരും നമ്മെ ഹെൽപ്പ് ചെയ്യും. അവരുടെ പേരുകളും കൂടി ഒന്ന് പറയുമോ? മൂത്തയാൾ നിമ്മി, രണ്ടാമത്തെ ആൾ നിജി, ജിതിൻ, ജീന. സർക്കാരിൻ്റെ ധനസഹായം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ സിന്ധുവിന് നിരവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. 40 സെൻറ്റിൽ
ഹരിത വിപ്ലവം തീർത്ത് ജീവിത വിജയം കൈവരിച്ച സിന്ധുവിൻ്റെ ജീവിതകഥ നമ്മൾ അമ്മമാർക്കൊരു പ്രചോദനമായിരിക്കട്ടെ. അമൃത ടിവിയുടെ സൂപ്പർ അമ്മയും മകൾ ഷോയ്ക്ക് വേണ്ടി ക്യാമറമാൻ സാബുവിനോടൊപ്പം റിപ്പോർട്ടർ അമ്പിളി സാബു, ഇടുക്കി. ഒരു നല്ല ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി, നല്ല ഇൻസ്പിറേഷൻ സ്റ്റോറി. പക്ഷേ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായില്ല ഇത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇതിനകത്ത് ഈ അമ്പിളി തന്നെ ഇതിനകത്ത് അവസരം വൈൻഡിങ്ങിൽ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ തളർന്നു പോകുന്ന, പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് അമ്പിളിയെ കാണേണ്ടി വരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഒരു സൈബർ അറ്റാക്ക് ജീവിതത്തിൽ വന്നപ്പോഴേക്ക് എല്ലാം മാറ്റിവെച്ച് ഇനി എൻ്റെ ജീവിതം സേഫാക്കുക, ഒരു തരത്തിലും ആൾക്കാരെ എൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ വരരുത് എന്ന് വിചാരിച്ച് മാറിയത് അത്ര ഒരു നമുക്ക് വ്യക്തിപരമായ ഒരു ഗുണപരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്പിളി ഇന്ന് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളെ പറയാവോ സൈബർ അറ്റാക്ക് ഇല്ലാത്ത ഒരു വ്യക്തി, ഒരൊറ്റ ഒരാൾ? ആരും തന്നെ ഇല്ല. നമുക്ക് നമ്മളുടെ ഒരു ശരിയുണ്ട്. ഇത് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെടും, എത്ര പേർക്ക് ഗുണപരമാകും എന്ന് നമ്മളെ മാറ്റി നിർത്തി ആലോചിച്ച് അത് പറയുമ്പോഴാണ് ഒരു സിറ്റിസൺ, ഒരു പൗരന് തന്നെ ആ ധർമ്മം കൈവരിക്കുന്നത്. എന്നോ വന്നു പോയ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ, അത് നമ്മൾ ഓൺ ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം അലിഞ്ഞങ്ങില്ലാതെയാവും. അങ്ങനെ മാനസികമായി ഒരു മറയിൽ നിന്നുകൊണ്ട് നമുക്ക് പൊതുസമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല. പൊതുസമൂഹത്തിൽ നിന്നല്ല, വീട്ടിൽ പോലും അങ്ങനെ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കാര്യം നടക്കുമ്പോൾ ആ സംഭവം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് എതിർക്കുമായിരിക്കും, പക്ഷെ 1,00,000 പേര് കൂടെ നിൽക്കും. അതാണ് എൻ്റെ അനുഭവം. പ്രശ്നങ്ങൾ വരുമ്പോൾ പകച്ചു പോകുന്നില്ല, എൻ്റെ പൊതുവെ ഉള്ള രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ചിന്തിക്കുന്ന എൻ്റെ ഫാമിലിയെക്കുറിച്ച്. അതിന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. അതെൻ്റെ കുറവാണെങ്കിൽ സോറി മാം, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായി. എൻ്റെ ഫാമിലി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യോ, എന്തൊക്കെയായി പറയുന്നത്. അതൊരു കുറവാണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഫാമിലിയെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചും ഒന്നുമല്ല. ഫാമിലിയുടെ മുമ്പിലും എല്ലാം നമ്മൾ ഉയരത്തിൽ നിന്ന് ഭയന്ന് പോവുകയല്ല, നമ്മൾ അവരെ പ്രൗഡാക്കുന്ന ഒരാളല്ലേ മാറേണ്ടത്. പറയണമെന്നില്ല, ഞാൻ ചോദിച്ചൊക്കെ പിൻവലിച്ചു, പറയണമെന്നില്ല. പക്ഷെ സ്വയം ആലോചിക്കണം. ഈ കണ്ണുനീരിൻ്റെയും ഈ സങ്കടത്തിൻ്റെയും ഈ മറവുകൾക്ക് മുമ്പിൽ നിന്ന് നേടുന്നത് യഥാർത്ഥത്തിൽ മാന്യതയാണോ? ധൈര്യം, നിർഭയത്വം, അതാണ് നമുക്ക് ഭക്തിയിലൂടെയാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും നമ്മൾ നേടിയെടുക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ? നിർഭയത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഭയമില്ലാത്ത അവസ്ഥ. അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് നമുക്ക് ഈ ഭയമില്ലാതിരിക്കുന്നത്? 2 കാര്യമുള്ളൂ. ഇതിന് വളരെ സിമ്പിളാണ്. ചെയ്യേണ്ടത് ചെയ്യുക, ഒന്ന് ആഗ്രഹം, ഒന്ന് നമ്മുടെ ആഗ്രഹം, ഒന്ന് ചെയ്യേണ്ടത്. ഇതിൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരുന്നാൽ വരുന്ന എതിർപ്പുകളൊക്കെ തനിയെ 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 അതിൻ്റെ മൂർച്ച കെട്ട് അതൊന്നും പോവും. അല്ല, സൈബർ അറ്റാക്ക് ഉണ്ടായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു ജേർണലിസ്റ്റ് എൻ്റെ സ്ഥാപനത്തിനെതിരെ, എനിക്കെതിരെ ഒരു 14,000 പേരുള്ള ഒരു FB പോസ്റ്റിൽ എന്നെ വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ സൈബർ സെല്ലിൽ, എനിക്ക് ഇപ്പം പറയുമ്പം തെറ്റാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നീതിപീഠം പോലും നമ്മുടെ കൂടെ നിൽക്കാത്ത സിറ്റുവേഷനാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. കാരണം ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള, അവരെല്ലാവരും എന്നോട് പറഞ്ഞത് ഇയാളൊരു ജേർണലിസ്റ്റാണ്, ഇയാൾ പബ്ലിക് അറിയുന്ന ആളാണ്, ഇയാൾക്കെതിരെ പ്രതികരിച്ചാൽ നാളെ നിങ്ങളുടെ അവസ്ഥ മോശമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക്. ഇതിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ ജേർണലിസ്റ്റുകൾ എന്നുള്ള പേരിൽ പലപ്പോഴും ഫേക്ക് ന്യൂസുകളും കള്ളം കൊടുത്തുന്ന ഇതിനെ ഫൈറ്റ് ചെയ്ത എത്ര കേസുകൾ നമുക്കറിയാം. ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ്. ഫൈറ്റ് ചെയ്തിട്ടാണ് അമ്പിളി നമ്മൾ സൂപ്പർ മോം ആവേണ്ടത്, സൂപ്പർ വുമൺ ആവേണ്ടത്. ഒരിക്കലും തല കുനിച്ചു കൊടുത്തിട്ടല്ല. അതിന് വരുന്ന തുമ്മി അത്തറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മാം, ഒരു പക്ഷേ നമ്മളങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാമിലി പോലും നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം, ഞാൻ അത്രയേറെ എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നു.
ഒന്നും പറയാനില്ല. ഓരോരുത്തരുടെ സാഹചര്യമല്ലേ, വെളിയിരുന്ന് ഞാനൊന്നും പറയുന്നത് ശരിയല്ല.